ദൈവമേ രക്ഷിക്കണേ. പണ്ടാരൻ രാവിലെ എന്നിപ്പോ ചാണത്തി ചോട്ടേന്. ദൈവമേ, എല്ലാ ദിവസവും രാവിലെ ഞാനിവിടെ വരുന്നത് നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും മനസ്സ് തുറന്നെല്ലാം പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടത്തിലാണ്. അറിയാല, ഒരു ജോലി ഉണ്ടെന്നുള്ള പേരേ ഉള്ളൂ. സമ്പാദ്യങ്ങളൊന്നുമില്ല. കല്യാണം പോലും കഴിച്ചിട്ടില്ല. അല്ല, അതിൽ വിഷമമൊന്നുമില്ല. എന്നാലും ഓരോരുത്തരുടെ ജീവിതം കാണുമ്പോൾ കൊതിയാവുക. എന്തിനധികം പറയാനേ. എൻ്റെ കൂട്ടുകാരൻ പ്രേംരാജ്, അവൻ ജോലി ചെയ്യുന്ന അതേ കമ്പനി തന്നെയാണ് ഞാനും ജോലി ചെയ്യണേ. അവന് കിട്ടുന്ന അതേ സാലറി തന്നെയാണ് എനിക്കും കിട്ടുന്നത്. എന്നിട്ട് അവൻ്റെ ജീവിതം പോണതോ? ദൈവമേ, എനിക്ക് എന്താ പ്രേംരാജിൻ്റെ പോലത്തെ ഒരു ജീവിതം കിട്ടാത്തത്? എനിക്ക് പ്രേംരാജിൻ്റെ പോലത്തെ ഒരു ജീവിതം വേണം. അനുഗ്രഹിക്കണേ ദൈവമേ. ദൈവമേ അനുഗ്രഹിക്കണേ. അയ്യോ, ചെരുപ്പ് വേഗം എടുക്കൽ വീട്ടിൽ സ്ഥലം കിട്ടും. എന്തോ ഉണ്ട് ഇവിടെ. അയ്യേ, ചാണകം പിറ്റുന്നു. ആ, ഇനി മോള് പറ, എന്താ നിന്റെ പുതിയ പ്രശ്നം? ഓ, അപ്പൊ ഞാനാ നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കണമെന്ന് നീ പറയുന്നത്? നീ ആ ടോക്സിക് ആയിട്ട് വീണ്ടും ബിഹേവ് ചെയ്യുന്നത്. ടോക്സിക് ഓട്ടം. ആരാ ടോക്സിക്? നിന്നെ പരിചയപ്പെട്ട ഒന്നൂട്ടി കേൾക്കണതാ. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാം അവസാനിപ്പിക്കാം. ഓക്കെ, ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. പക്ഷേങ്കിൽ ഇനി എന്റെ ജീവിതത്തിൽ നിന്നെ കണ്ടുപോകാൻ. ഓക്കെ, ബൈ. പൊക്കോടി, പൊക്കോ. ഈ പ്രേംരാജ് ആരെന്ന് നീ അറിയും. ഇത്ര തുടച്ചിട്ട് ഇത് വെളുക്കണില്ലല്ലോ പണ്ടാരും. എന്താ പറയാ? ഹലോ. എടാ, നീ എന്തിനൊക്കെ അറിയണേ? എടാ, സ്വാതി രാവിലെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചടാ. സ്വാതിയോ? എന്നിട്ട് ഇപ്പൊ എന്താ എന്റെ പുതിയ പ്രശ്നം സ്വാതി? ഓ, അപ്പൊ ഞാനാണ് നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നീ പറഞ്ഞു വരുന്നത്? നീയാണ് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ടോക്സിക്കാ? ആടി ടോക്സിക് സഹിക്കുന്ന ഒരു പരിധി ഉണ്ട് കേട്ടോ. ഓ, അപ്പൊ നിനക്ക് എന്നെ സഹിക്കാനും പറ്റുന്നില്ല അല്ലേ? ഇനി അതിന്റെ ആവശ്യമില്ല തോന്നുന്നു. ലെറ്റ്സ് ബ്രേക്ക്. ഇനി എന്റെ ജീവിതത്തിൽ നീ വന്നു പോകരുത്. അവള് ബൈ പറഞ്ഞു പോയി. ഇതൊക്കെ ദർശന എന്നോട് ഇപ്പൊ പറഞ്ഞോളൂടാ. എന്ത് സാധ്യത എന്നോട് പറഞ്ഞ അതേ കാര്യം നിന്നോട് ദർശന പറഞ്ഞെന്നോ? പറയുകയും ചെയ്തു, തലയെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു. അയ്യോ, എന്റെ തല. അയ്യോ, നമ്മൾ തമ്മിൽ
പ്രശ്നമായിട്ട് കുറച്ച് സമയമല്ലേ ആയുള്ളൂ. അപ്പോഴേക്കും നീ നിന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് എന്റെ കുറ്റം പറഞ്ഞു തുടങ്ങിയല്ലേ? ഇല്ല. നിന്നെ ഇങ്ങനെ എടാ പൊട്ടി. മുറിഞ്ഞിട്ടുണ്ടോ? എനിക്ക് എന്താ പ്രേംരാജിന്റെ പോലത്തെ ഒരു ജീവിതം കിട്ടാതെ? എനിക്ക് പ്രേംരാജിന്റെ പോലത്തെ ഒരു ജീവിതം വേണം. ഹലോ, ബാൻഡേജ് വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞ തലയിൽ ഒട്ടിച്ചോണ്ടാ. ചോര വെറുതെ കണ്ടില്ല, എന്റെ തല പൊട്ടിയിരിക്കുക. നിന്റെ തല എങ്ങനെയാടാ പൊട്ടിയെ? സാധ്യ അടിച്ചു. ദർശന എന്നെ ദർശന അടിച്ച് ചോര വരുന്നു. ദൈവമേ, എനിക്ക് എന്താ പ്രേംരാജിന്റെ പോലത്തെ ഒരു ജീവിതം കിട്ടാത്തത്? എനിക്ക് പ്രേംരാജിന്റെ പോലത്തെ ഒരു ജീവിതം വേണം. ദർശന വിളിക്കാം. ഹലോ ഹലോ, ഇനി എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണ്ടെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ഇനി ഒന്നും പറയണ്ട. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ്. ഓക്കെ? ഹലോ. അവള് കട്ട് ചെയ്ത് കളയാ. ബ്രേക്കപ്പ് എന്നൊക്കെ പറയണ്ട്. എടാ സ്വാതി വിളിക്കുന്നടാ. എടുക്ക്, ഫോൺ എടുക്ക്. ഹലോ, മെസ്സേജ് അയക്കണ്ട, വിളിക്കണ്ട, ബ്രേക്കപ്പ് എന്ന് പറയാൻ വിളിച്ചല്ലേ നീ? ഓ, എല്ലാം പോട്ടേന്ന് വിചാരിച്ചതാ. അപ്പം ബ്രേക്കപ്പിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുവോ അല്ലേ? അങ്ങനെ തന്നെ ആവട്ടെ. ബ്രേക്കപ്പ്. ഹലോ, വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. ഹലോ, അവള് ബ്രേക്ക് പറഞ്ഞു പോയടാ. ഹലോ, എടാ ഞാൻ റെഡിയാ, നീ ഇറങ്ങിയോ? ഇറങ്ങിയാന്നാ? ഇനി ഇറങ്ങേണ്ടി വരില്ല. ഇന്നലെ എൻ്റെ ജോലി പോയി. ജോലി പോയെന്നാ? ദൈവമേ, എനിക്ക് എന്താ പ്രേംരാജിന്റെ പോലത്തെ ഒരു ജീവിതം കിട്ടാത്തത്? എനിക്ക് പ്രേംരാജിന്റെ പോലത്തെ ഒരു ജീവിതം വേണം. ദൈവമേ, പ്രേംരാജിന്റെ പോലത്തെ ഒരു ജീവിതം വേണമെന്ന് ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ്. വെറുതെ മനസ്സിനെ പേടിപ്പിക്കല്ലേ. എന്തത്? അതെ, തന്നെ MD വിളിക്കുന്നു. ആ, ഇപ്പൊ വരാം. സാറേ, ഗൗതം, കം കം. എന്താ സാറേ വരാൻ പറഞ്ഞു? യു ഹാവ് എ ഗുഡ് ന്യൂസ്. നമ്മുടെ ക്ലയൻസ് എല്ലാം തനിക്ക് നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത്. അതെ, ഗൗതമിന് ഉടനെ ഒരു പ്രൊമോഷനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും?
അതെ. സോപ്പ് എവിടെ? എന്താണ് ഗൗതം, എന്താണ് വായുവിനെടുത്തത്? ഒന്നുമില്ല സാറേ. സോറി സാറേ. ആ ഓക്കെ. നെക്സ്റ്റ് പ്രോജക്റ്റില് ഗൗതം ടീമിൽ തന്നെ ഉണ്ടാവും. ഓക്കെ സാർ. ഗൗതം, താൻ എന്താണ് ഈ കാണിക്കുന്നത്? ഞാനല്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കറിയത്തില്ല സാറേ. തനിക്ക് ഹോസ്പിറ്റലിൽ പോണോ? അറിയത്തില്ല. എടോ എടോ നിർത്ത്. എടോ എടോ നിർത്താൻ. ഗൗതം, യു ഗെറ്റ് ഔട്ട്. ഓ എന്താ പിന്നെ പറ്റിയത്? അയ്യേ, എടോ താൻ എന്തുവാടോ ഈ കാണിക്കണേ? ഞാനല്ല സാറേ. എന്ത് താനല്ലേ? ഞാനല്ല. താനല്ലെങ്കിൽ പിന്നെ ആരാ? എനിക്കറിയത്തില്ല. എടോ ബാത്റൂമിലേക്ക് പോടോ. പോടോ, പുറത്തേക്ക് പോടോ. ചിരിക്കണ നീ? സോറി സാർ. എന്തായിരിക്കും ഗൗതമിന് പറ്റിയത്? ഇനി വല്ല ബാധ കയറിയതായിരിക്കോ? ഇതിനകത്ത് വല്ലതും ഉണ്ടാവോ? വാതിൽ തുറന്നിടാം. എന്താ? എനിക്കങ്ങനെ പേരുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും പിന്നെ വാതിൽ തുറന്നിട്ടേക്കാം. അയ്യോ, എന്താ? എനിക്കറിയാം നിനക്കെന്നോട് ഒരു ദിവസത്തിൽ കൂടുതൽ വഴക്കിട്ടിരിക്കാൻ പറ്റില്ല എന്ന്. അതല്ല, വീട്ടിൽ കല്യാണ ആലോചന വരുന്നുണ്ട്, അത് പറയാനാ ഞാൻ വന്നത്. എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യം വീട്ടിൽ പറയാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പം എന്താ വേറെ കല്യാണ ആലോചനയൊക്കെ വരുന്നു എന്ന് പറയണേ? അത് മര്യാദക്കാണെങ്കിൽ, അല്ലാതെ അന്നത്തെ പോലെ വല്ല തോന്നിയാസം ഒപ്പിക്കാനാണെങ്കിൽ വീട്ടിൽ ഞാൻ ഓക്കെ പറയും. ഇല്ല സോറി 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 സോറി. ഞാനൊന്നും പറയരുത്. ഇനി ആരും കുഴപ്പമുണ്ടാക്കില്ല പ്ലീസ്. ഞാനൊരു കുഴപ്പമുണ്ടാക്കൂല. സോറി. എന്തോട് കാണിക്കണേ? പ്ലീസ് പ്ലീസ് പ്ലീസ്. ആ ശരി ശരി. ക്ഷമിച്ചൊന്ന് പറ. ക്ഷമിച്ചൊന്ന് പറ. താൻ വേറെ ആളിനെ വെച്ചിട്ട് ചെയ്യുന്നത്? എടോ, ഞാൻ രാജേഷ് വർമ്മ, ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ വേണമെങ്കിൽ ID കാർഡ് കാണിക്കാം. കാലിന് വിടടോ. എടാ കാലിന് വിടാനാ പറഞ്ഞത്. എടാ ഇനി വെച്ച് പേഞ്ചൂരി പോകുന്നു. അയ്യോ ഗൗതം, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. എനിക്കറിയാം നിനക്കെന്നെ വിട്ടുപോകാൻ പറ്റില്ല എന്ന്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ദൈവമേ, എന്നെ തിരിഞ്ഞു വരുന്നുണ്ടല്ലോ. നമ്മൾ തമ്മിൽ ഒരിക്കലും പിരിയില്ലെന്ന് എനിക്കറിയാം. താൻ എന്തൊക്കെയാ പറയണേ? എന്നെ അങ്ങനെ കാണരുത്. ചിരിച്ചേ ചിരിച്ചേ. ചിരിക്ക്. അയ്യേ, ചിരിക്ക്. ഞാൻ അത്ര കാരനല്ല. ചിരിക്ക്.
ഒന്നില്ലെങ്കിൽ നമ്മളെ ആണുങ്ങളല്ലോ. വേണ്ട, ഓ, വരരുത് വരരുത്. എന്നെ വിട്ട് പോവില്ല. എന്നെ വിട്ട് പോവില്ല. Security അല്ലേ ഞാൻ ചോദിച്ചത്? Security. അതല്ലേ പറഞ്ഞേ? എനിക്ക് വേണം. ദൈവമേ, എനിക്ക് എന്താ പ്രേംരാജിന്റെ പോലത്തെ ഒരു ജീവിതം കിട്ടാത്തത്? എനിക്ക് പ്രേംരാജിന്റെ പോലത്തെ ഒരു ജീവിതം വേണം. വീട്ടുകാരോട് ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇനി മര്യാദയ്ക്ക് നോക്കിക്കോണം. അതൊക്കെ ഞാനേറ്റു. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ചിരിച്ചേ, ചിരിക്കി ചിരിക്കിടി. എന്താ എന്ത് പറ്റി? ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. നീ എന്ത് ചെയ്താലും നന്നാവില്ല. നമ്മൾ തമ്മിൽ ഒരിക്കലും സെറ്റ് ആവില്ല. ഇനി എൻ്റെ അടുത്ത് വന്നു പോകരുത്. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. ദർശന, ആ രാജ പറയടാ. കളിയാടാ. ദർശന എൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞു പോയിടാ. ആരാ വിളിച്ചത്? കസ്റ്റമർ കെയർ ചെയ്യുന്ന. ഓ, അയ്യോ, എന്തിപ്പോ ചെയ്യാ? എഴുന്നേറ്റ് ഓടിയാലോ? എന്റെ ദൈവമേ. അല്ലെങ്കിൽ വേണ്ട, വെറുതെ ചിരിച്ചോണ്ടിരിക്കാം. എന്താ ഒന്നും മിണ്ടാത്തെ? ഏയ് ഒന്നുമില്ല. ശ്ശോ. ദൈവമേ, ഭയങ്കര ഒന്നും ഇതിനകത്ത് ഇറങ്ങിപ്പോകുന്നു. സമയം ഒരുപാടായില്ലേ, നമുക്ക് പോയാലോ? എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കോളേജിൽ പ്രൊജക്ട് വർക്ക് ഉണ്ടെന്ന് വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് 1 മണിക്കൂറായിട്ട് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പോവാനാ? Holy, holy cow, going crazy now, making it messy now, bella, bella ciao. Ayyoda mone, piditham vittori nerathu, kootinu vanne, kuminju koodana aabathu, 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 nyathane nattadi kaabathu, sarbathu, sarbathu, edukku kullikku sarbathu, aarattu, aarattu, aarattu kuttippa 18, patavettu, patavettu, addavu payittu 18. നീ പോയാൽ എനിക്ക് 100 വരെ കിട്ടൂടി. നീ പോയാൽ എനിക്ക് 100 വരെ കിട്ടൂടി. ഓ, അപ്പൊ അതല്ല മനസ്സിലിട്ടു. നീ ആരുടെ കൂടെ എന്ന് വെച്ചപ്പോടാ. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. ഞാനല്ല. സ്വാതി പ്ലീസ് നിക്ക്. സ്വാതി പ്ലീസ് നിക്ക്. ഞാനല്ല. ശരി, ഞാൻ ഈ ഒരൊറ്റ തവണത്തേക്ക് ക്ഷമിക്കും. ഞാനല്ല. എന്തായി കാണിക്കുന്നേ? Breaking apart, building it up, building it, pulling it in a day. Picking it up, fixing it up, life in the middle of a day. Brushing it off, shaking it off, panic karudi illa day. Faking a smile, shaking it off, panic karudi illa day. Paadam 1, life kashtamanu. Paadam 2, life kashtamanu. Kashtamanu, nashtamanu, twist mele twist illanu, break poya vandi pole vattamanu day. Alelo bolelo, alelo bolelo, alelo bolelo, alelo bolelo, alelo bolelo, alelo bolelo, alelo
ഇവനെന്നാടാ ഡാൻസ് പഠിക്കാൻ പോകാൻ തുടങ്ങി? എടാ അവിടെയൊക്കെ രാവിലെ ഞാൻ തൂത്തിയാ. അതിനവൻ്റെ ഈ ചൂലില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ആ ഉണ്ടല്ലോ. അമ്മേ എന്താണ് കാണിക്കണു? എവിടെ കാശ് എവിടെ? 3 മാസത്തെ വാടകയാണ് പെൻഡിങ്ങുള്ളത്. ഇന്നേരാന്നല്ലോ ഇവിടെ താൻ പറഞ്ഞത്. ഞാനല്ല. എന്നെ ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഇന്ന് ഇന്ന് അയ്യോ ഇവനെന്താ കഥകളി? എന്തത്? വാട വയ്ക്കുമ്പോ തന്നെ ഉമ്മ എന്നോടോ തനിക്ക് അച്ഛനാങ്ങളന്മാരൊന്നും ഇല്ലടോ. നാണം കേട്ടെ. അല്ല അത് പിന്നെ ഞാൻ എന്താ കാണണമെന്ന് പറഞ്ഞേ? ഞാൻ ഇന്നലെ നമ്മുടെ കാര്യം അച്ഛനോട് പറഞ്ഞു. ആദ്യം കുറച്ച് ദേഷ്യപ്പെട്ടു, എങ്കിലും ഓക്കെ പറഞ്ഞു. ശരിക്കും? ആ, അപ്പം നാളെ നിന്റെ ഫാമിലി ആയിട്ട് എൻ്റെ വീട്ടിൽ വരാനാ പറഞ്ഞേ. ഫാമിലി ആയിട്ട് വീട്ടിലും പറഞ്ഞോ? ഹാപ്പി ആയില്ലേ? ഞാൻ ഹാപ്പിയായി. ആ, എൻ്റെ ബസ് വരാറായി, ഞാൻ പോവാ. ബൈ. എടാ നീ ഒറ്റയ്ക്കൊന്ന് ഇരിച്ചോണ്ടിരിക്കുന്നത്? എടാ പ്രേമരാജ് ആത്മഹത്യ ചെയ്യാനാണെന്ന് പറഞ്ഞ് മുറി കയറി കുറ്റിയിട്ടിരിക്കുക. നീ വേണ്ട അങ്ങോട്ടിയല്ലേ? ഒന്നേ ഭ്രാന്താടാ. അയ്യോ വേഗം പോയി, അവൻ മരിക്കുന്നതിന് മുമ്പല്ല. പോടാ, ഇത് പിടി. എടാ 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 എന്താണ് കാണിക്കുന്നത്? എടാ കത്തി മാറ്റടാ. എടാ കത്തി മാറ്റടാ പ്ലീസ്. എടാ അവള് ബ്രേക്കപ്പ് പറഞ്ഞു പോയടാ. ഇനി വരില്ല എന്നും പറഞ്ഞു. ഞാൻ ഈ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. എടാ എടാ ചെയ്യല്ലേ. എടാ നീ മരിച്ച ഞാനും മരിക്കൂടാ. അളിയ നിനക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോടാ. അടുത്ത ജന്മത്തിൽ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ജനിക്കാടാ. പോടാ, കത്തി മാറ്റടാ. നീ വാല് തുറന്നേ. വാല് തുറക്കടാ പട്ടി. എടാ നീ ആത്മഹത്യ ചെയ്തുണ്ടല്ലോ, നിന്നെ അമ്മ പോസ്റ്റ്മോർട്ടം ചെയ്ത് 10 പീസാക്കി അതിലൊരു പീസ് വീണ്ടും കീറി മുറിച്ച് എല്ലാം കൂടെ ടെസ്റ്റ് ചെയ്ത് ആകെ വലിച്ച് കീറി കെട്ടി നിന്നെ ഒരുമാതിരി മീൻ്റെ ചെതുമ്പലാക്കിയതാണോ പട്ടി. വാല് തുറക്കടാ. തെണ്ടി പേടിപ്പിച്ച് മനുഷ്യന്റെ മൂടും കളഞ്ഞു. എടാ ആലോചിക്കാതെ പുല്ല വാല് തുറക്കടാ. നിനക്ക് കുഴപ്പമൊന്നുമില്ല? ഓക്കെ അല്ലേ? കത്തി മാറ്റി വെച്ചില്ലേ? നീ ഇവിടെ മാറിയുന്നേ. ചത്തവൻ എന്തുകൂടാ നീ എൻ്റെ നീ ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞു കുത്തിയിരുന്ന നിനക്ക് ഇങ്ങനത്തെ ചിന്തകൾ പലതും തോന്നും. അതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് വരാം. പുറത്ത് പോയിട്ട് ഒന്ന് ചില്ല് ചെയ്ത് കഴിയുമ്പോൾ നിൻ്റെ പല പ്രശ്നങ്ങളും മാറും. ഓക്കെ, റെഡിയാവും. ഞാൻ ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. എന്നാ കുടിക്ക്. ഞാൻ വരാൻ വൈകിയത് നീ ഇപ്പൊ പരലോകത്തെത്തിണ്ടാടാ. ഞാനും ബാക്കിയുള്ളവരെന്തോ. എന്താ നിനക്കൊന്നും പറയാനല്ലേ? അല്ലളിയ എന്താടാ എന്തുപറ്റിടാ? ചോര എന്താടാ? വാതൊക്കെ പറയണ
കുടിച്ചാലോ എന്ന് കരുതി റൂമിൽ കയറണേക്കാൾ മുമ്പ് പെപ്സിയിൽ വിഷം കലർത്തി കുടിച്ചടാ. എടാ മഹാഭാവി ദാ ഹായ് പെപ്സിയാ കൂൾ പെപ്സി ഇരുന്നിട്ടാണ് ഇപ്പോൾ വെള്ളം എടുത്ത് കുടിച്ചു. Holy, holy cow, going crazy now, making it messy now. Bella, bella, ciao. അയ്യോട മോനെ പിടുത്തം വിട്ടൊരു നേരത്ത് കൂട്ടിന് വന്നേ കുമിഞ്ഞു കൂടണ ആപത്ത് 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 ഞാൻ തന്നെ നട്ടതി കാപത്ത് സർബത്ത് സർബത്ത് എടുക്കു കൊള്ളിക്ക് സർബത്ത് ആറട്ട് 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 കുട്ടിയപ്പ 18 പടവിട്ട് പടവിട്ട് അടവ് പയറ്റ് 18 അലലോ പോലോ 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 അലലോ പോലോ. Ready. Breaking apart, building it up, building it, pulling it in a day. Picking it up, fixing it up, life in the mealupilana day. Brushing it off, shaking it off, panigal karudi illa day. Faking a smile, shaking it off, panigal karudi illa day. പാഠം 1 ലൈഫ് കഷ്ടമാണ്, പാഠം 2 ലൈഫ് കഷ്ടമാണ്, കഷ്ടമാണ് നഷ്ടമാണ്, ട്വിസ്റ്റ് മേലെ ട്വിസ്റ്റിലാണ്, ബ്രേക്ക് പോയ വണ്ടി പോലെ ഓട്ടമാണ് ഡേ. അലലോ പോലോ അലലോ പോലോ അലലോ പോലോ